ഹലോ ഗായ്സ്, മലബാർ ഫ്ലേവേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചപ്പയർ ഇട്ടുള്ളൊരു തോരനാണ്. അതിനായി പച്ചപ്പയർ അരിഞ്ഞെടുക്കുകയാണ്. ഒരു ചെറിയ നീളത്തിലായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന സൈസിലാണ് അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ. ഈ ഒരു രീതിയിൽ പച്ചപ്പയർ നന്നായി അരിഞ്ഞെടുക്കുക കേട്ടോ. ഇത് രാവിലെ ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള റെസിപ്പി ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചതാണ്. ഞാനിനി പച്ചപ്പയർ കഴുകി എടുക്കുന്നുണ്ട്. ചില വീടുകളിലൊക്കെ കഴുകിയതിന് ശേഷമാണ് അരിയാറ്. ഞാൻ അരിഞ്ഞെടുത്തിട്ടാണ് കഴുകാറുള്ളത്. നന്നായി കഴുകിയെടുക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പച്ചപ്പയർ കഴുകിയിട്ടുണ്ട്. വെള്ളമൊക്കെ ഊറ്റി കളയുന്നുണ്ട്. ഞാനിതിലേക്ക് ഉപയോഗിക്കുന്നത് ഒരു പകുതി കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞതും 2-3 കഷ്ണം വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വട്ടെങ്കിലും ഇങ്ങനെ ഒന്ന് പയറുപ്പേരി ഉണ്ടാക്കി വെക്കണം. അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും വെളുത്തുള്ളിയുടെ അല്ലി ചതച്ച് വെച്ച വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ചേർത്തിട്ട് വഴറ്റിയെടുക്കുക. നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഉള്ളി ചേർക്കുന്നതിനോടൊപ്പം തന്നെ വേപ്പിൻ്റെ ഇല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാൻ മറന്നു പോയതാണ് കേട്ടോ. കടുക് ഉപയോഗിക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് നമ്മളിങ്ങനെ ഒന്നെങ്കിൽ വലിയ ഉള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി തൂമിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള പയർ ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു ചീനമുളക്, കാന്താരി മുളക് എന്നൊക്കെ പറയുന്ന മുളകാണ് ചേർക്കുന്നത്. ഈ പച്ചമുളക് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനത് ചതച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് കീറി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നടുക്കെ കീറി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പയറുപ്പേരി ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കുക. ഉപ്പ് എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ പറയുന്നത്. അതിനുശേഷം ഇത് അടച്ച് വെച്ച് വേവിക്കുക. സിമ്മിലിട്ട് വേവിക്കുന്നതായിരിക്കും നല്ലത്. അടി പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ അടച്ച് വെച്ചിട്ടുണ്ട്. 2 മിനിറ്റിന് ശേഷം അടപ്പൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കാൻ പറയും. നമ്മൾ വെള്ളം ഉപയോഗിക്കാത്തതുകൊണ്ട് ചിലപ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കാൻ പറയുന്നത്. ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പയറുപ്പേരി വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ ചോറിനൊക്കെ കൊടുത്തയക്കാൻ നല്ലതാണ്. സ്കൂളിലേക്ക് കുട്ടികൾക്കും ഉച്ചയ്ക്ക് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കാം. ഞാനിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറക്കാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലത്തെ ചെറിയ ചെറിയ റെസിപ്പീസുമായി ഇനിയും കാണാം. എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കണം.
നമ്മുടെ പയറുപ്പേരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം നല്ല ടേസ്റ്റിൽ കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി.